ഇത് ഒരു കുഞ്ഞൻ കടലൊച്ചാണ്. ഇതിൻ്റെ പേര് ബ്ലൂ ഡ്രാഗൺ. സ്പാനിഷ് ജനത ഈ ബ്ലൂ ഡ്രാഗൺ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. കാരണം സ്പാനിഷ് ജനത ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതും അവരുടെ ടൂറിസം ചൂടുപിടിക്കുന്നതും ഓഗസ്റ്റ് മാസത്തിലാണ്. എന്നാൽ ഈ പ്രാവശ്യം അതിന് തടസ്സമായി നിൽക്കുന്നത് ഇത്തരം കുഞ്ഞൻ കടലൊച്ചുകളാണ്. ഒട്ടുമിക്ക ബീച്ചുകളും അടഞ്ഞാണ് കിടക്കുന്നത്. ഗ്ലോക്കസ് അറ്റ്ലാന്റിക്കസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ കുഞ്ഞൻ ഒച്ചിന് 4 സെൻറ്റിമീറ്റർ മാത്രമാണ് നീളം. ഉദരത്തിലുള്ള വായുക്കുമിളയുടെ സഹായത്തോടെ ജലോപരിതലത്തിൽ തലകീഴായി പൊങ്ങിക്കിടന്നാണ് ഇവയുടെ സഞ്ചാരം. മുകൾ ഭാഗത്തെ നീല നിറമാണെങ്കിൽ കടലിൻ്റെ നീലയുമായി ചേർന്ന് നിൽക്കുന്നതിനാൽ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. വിഷമുള്ള ജെല്ലി ഫിഷുകളെയാണ് ഇവ ഭക്ഷണമാക്കുന്നത്. ഇരകളിലെ സിംഗിങ് സെൽ ദഹിപ്പിക്കാനാകില്ലെങ്കിലും സ്വന്തം ശരീരത്തിലെ ചില ഭാഗങ്ങളിൽ വിഷാംശം ശേഖരിച്ചു വയ്ക്കാൻ കഴിയുന്നവയാണ് ബ്ലൂ ഡ്രാഗൺ ഒച്ചുകൾ. അതുകൊണ്ട് തന്നെ ഇരയേക്കാൾ ശക്തമായിരിക്കും ഇവയുടെ ആക്രമണം. മനുഷ്യരിൽ അതികഠിനമായ വേദന, ശരീരവീക്കം, ഛർദി തുടങ്ങിയവയ്ക്ക് ഇവയുടെ കുത്ത് കാരണമാകുമെങ്കിലും മരണത്തിലേക്ക് നയിക്കാറില്ല. എങ്കിലും ബ്ലൂ ഡ്രാഗണുകൾ ഉണ്ടാക്കിയേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് വിനോദസഞ്ചാരികളെ വിലക്കിയിരിക്കുകയാണ് സ്പാനിഷ് അധികൃതർ. ഇത്തരം ജീവികളുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ക്യാമ്പയിനുകളും അവർ നടത്തിവരുന്നുണ്ട്. ബ്ലൂ ഡ്രാഗണുകൾ സാധാരണയായി പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ മഹാസമുദ്രങ്ങളിലെ ഉഷ്ണമേഖലാ ജലത്തിലാണ് കാണപ്പെടാറുള്ളത്. ഈ അടുത്ത കാലത്താണ് മെഡിറ്ററേനിയൻ ഭാഗത്ത് ബ്ലൂ ഡ്രാഗണുകളുടെ സാന്നിധ്യം കണ്ടെത്തിയത്. മെഡിറ്ററേനിയൻ കടൽവെള്ളത്തിന്റെ താപനില ഉയരുന്നതാണ് ഇവയുടെ സാന്നിധ്യത്തിന് കാരണമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. താങ്ക്